PFI ഭീകരൻ ഡൽഹിയിൽ പിടിയിൽ. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ മുഹമ്മദ് ആലത്തിനെയാണ് NIA പിടികൂടിയത്. ഗൾഫിൽ നിന്ന് വന്ന ഭീകരനെ വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. സംഘടന നിരോധിച്ചിട്ടും ഇപ്പോഴും ഇവിടെ വളരെ സജീവമായിട്ട് രഹസ്യമായി ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ മുഹമ്മദ് ആലത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? അനിൽ നമ്പ്യാർ, ഈ മുഹമ്മദ് ആലത്ത് ബീഹാർ സ്വദേശിയാണ്. ഇയാൾ ഗൾഫിൽ നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പണമിടപാടുകൾ ചെയ്തു കൊടുത്തു എന്നതാണ് ഇയാൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്ന കുറ്റം. ഇന്നലെ രാത്രിയിൽ ഇയാൾ ദുബൈയിൽ നിന്നും വന്നിറങ്ങിയ ഘട്ടത്തിൽ തന്നെ, രാജ്യത്ത് കാലുകുത്തിയ ഘട്ടത്തിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ കയ്യോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു ഘടകം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അന്വേഷണം നടത്തിയിരുന്നു. അതായത് എങ്ങനെയാണ് ഈ PFIക്ക് പണം എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണമായിരുന്നു. അതിൽ 13,000 അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത്. അതിലേറെയും ഗൾഫ് രാജ്യങ്ങളാണ്. ദുബൈ, അതോടൊപ്പം തന്നെ ഷാർജയൊക്കെ പോലെയുള്ള UAEക്ക് കീഴിലുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ പണം എത്തിയിരുന്നത്. ആ 13,000 അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ടിൻ്റെ ഉടമയാണ് ഈ മുഹമ്മദ് ആലത്ത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഘടകം എന്നത് 13,000 അക്കൗണ്ടുകളിൽ 10,000 അക്കൗണ്ടുകളും മലയാളികളാണ്. ആ മലയാളികൾ ആരും ഈ EDയുടെ ഈ അന്വേഷണത്തിന് ശേഷം, ED അന്വേഷണത്തിന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി തന്നെ NIAക്ക് കൈമാറിയിട്ടുണ്ട്. അതിനാൽ ഈ അക്കൗണ്ടുകളുടെ ഉടമകൾ ആരും തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ 10,000 മലയാളികൾ ഇപ്പോഴും ദുബൈ, ഷാർജ, അബുദാബി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് ആലത്തിൻ്റെ അതേ അവസ്ഥ ഇവരെയും കാത്തിരിക്കുന്നുണ്ട്. NIAക്കും അതോടൊപ്പം തന്നെ EDക്കും ഈ ഭീകരന്മാരെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളുമുണ്ട്. അതിനാൽ ദേശീയ അന്വേഷണ ഏജൻസിയിലെ ചില വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്, ഈ മലയാളികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇപ്പോൾ അവരുടെ കുടുംബങ്ങൾ, ഭാര്യമാരെയും മക്കളെയും ഒക്കെ പലരെയും അവിടേക്ക് കൊണ്ടുപോയി അവരെ കാണുകയും അതിനുശേഷം അവരെ തിരിച്ചയക്കുകയുമാണ്. അതല്ലാതെ ഈ ഭീകരന്മാർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കാലുകുത്താൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് ആലത്ത് അന്വേഷണ ഏജൻസികൾ ഇതൊക്കെ മറന്നു കഴിഞ്ഞു കാണും എന്നൊരു ധാരണയിൽ ഇന്നലെ വന്നിറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ തന്നെ NIA ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. PFI ഭീകരൻ ഡൽഹിയിൽ പിടിയിൽ. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ മുഹമ്മദ് ആലത്തിനെയാണ് NIA പിടികൂടിയത്. ഗൾഫിൽ നിന്ന് വന്ന ഭീകരനെ വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയതാണ്.